ടീം മറോണിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്തൊക്കെ ചെയ്യണം? എല്ലാവരും നല്ല സേഫ് ആയിട്ടൊക്കെ ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണം. എന്താണ് അതിന് പറയാനുള്ളത്? ഇതിന് പ്രത്യേക കഥയൊക്കെ ഉണ്ട്. ഭയങ്കര ലോങ് സ്റ്റോറിയാണ്. ലോങ് സ്റ്റോറി അല്ല, ഞങ്ങൾ ആ ബ്രേക്ക് എടുത്ത സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്തിയോ? എന്താ കുറെ പേര് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഫാൻസ് അസോസിയേഷൻ നിങ്ങളെ തെറി പിടിക്കും. അത് അങ്ങനെയല്ല, കുറച്ചുകൂടി പറഞ്ഞത്. എന്നാലും പുറത്തുനിന്ന് അല്ലെ കുറച്ച് കുറെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ എന്താണ് ഞങ്ങൾ കാണാത്ത കുറച്ച് പേര് ഞങ്ങളുടെ അടുത്ത് പേഴ്സൺ വന്നിട്ട് വീഡിയോ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര താങ്ക്സ്. അതിന് തന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുമല്ലോ, ഇങ്ങനെ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാം. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല ഗൈസ്. നിങ്ങൾ കണ്ടന്റ് പറയും, ഞങ്ങൾ ചെയ്യാം. നിങ്ങൾ പറയുന്ന കണ്ടന്റ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കമന്റിൽ നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവാം, ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുക. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറയാം അല്ലെ. അപ്പൊ ഞങ്ങളുടെ ചാനലിൽ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെമ്മറീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ പോണെയാണ്. നമ്മുടെ ഓർമ്മകളിലുള്ള നമ്മുടെ കൊച്ചു കൊച്ചു മെമ്മറീസ്. പാട്ടുണ്ടായിരുന്നു. പാട്ട് വേണോ നിങ്ങൾക്ക്? പാട്ട് കേൾക്കണോ? ഒരു ദിവസം നമ്മൾ വെക്കുന്നതായിരിക്കും അതിന്റെ അൺലിമിറ്റഡ് മ്യൂസിക്. നമ്മളതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. കേൾക്കാൻ അറിയായിട്ടൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. എന്ന് പറയാൻ പോണത് നമ്മുടെ മെമ്മറീസ് ആണ്. നമ്മുടെ ഇതിൽ നിന്ന് വഴിതെറ്റി പോകുന്നതിനും വ്യതിചലിക്കുന്നു. നമ്മള് വഴിതെറ്റി പോയത്. അപ്പൊ എന്താണ് മെമ്മറീസ്. അപ്പൊ നമ്മൾ കുറച്ച് മെമ്മറീസ് ആയി കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡി ആയിട്ടുള്ള മെമ്മറീസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് എത്രത്തോളം ഫണ്ണി ആയിരിക്കുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഫണ്ണി. ഞങ്ങളത് ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രാക്ടീസ് അല്ല, അതായത് ഓർത്തെടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പം കേട്ടപ്പോ ചിരിച്ചോണ്ടിരിക്കുക, ചെയ്ത് നിർത്തുന്നില്ല, അവാതെ ചിരിയായിരുന്നു. അപ്പം ആദ്യത്തെ മെമ്മറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ണുകൊത്തി കളിക്കായിരുന്നു, ഹൈഡ് ആൻഡ് സീക്ക്. അപ്പം ഞങ്ങള് ചെറുപ്പത്തിലെ ഏകദേശം എത്ര വയസ്സായി കാണും നമുക്ക്? 5 വയസ്സിന് ഇടയ്ക്കാണ്, 5 വയസ്സിൽ താഴെയാണ് എന്തായാലും. ആ സമയത്ത് എന്താ ഞാനും മല്ലിയും കൂടി എന്താ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം പെട്ടെന്ന് എന്തുവാ അനുവാണ്, ഞാൻ പറയാം, അനുവാണ് എന്നുള്ളത് കൗണ്ട് ചെയ്യണത് അനുവാണ്. അപ്പൊ കൗണ്ട് ചെയ്ത് എന്തോ 50 or 100 അങ്ങനെ 50 ആണെന്ന് തോന്നുന്നു. അപ്പൊ ഹൈഡ് ചെയ്യാൻ വേണ്ടി 50 വരെയൊക്കെ 50 വരെയൊക്കെ അറിയാം. 50 വരെ ഒന്നും അറിയാൻ പാടില്ല. ഒരു 10 എന്തോ അതൊന്നും ഓർമ്മില്ല. എന്തോ കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കണമല്ല. അപ്പൊ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തറവാടെന്ന് പറയുന്നത് പണിതുകൊണ്ടിരിക്കണേണ്, പണിയുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാത്റൂമൊക്കെ എന്താണ് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പൊ അവിടെയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കണത്. അപ്പൊ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ട് അതിന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണേണ്. ഞാൻ ഒളിക്കാൻ പോണെയാണ്. അപ്പൊ ഞാൻ ഒളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ പണിതുകൊണ്ടിരിക്കുന്ന ബാത്റൂമാണ് ഞാൻ ചൂസ് ചെയ്യണത് ഒളിക്കാൻ വേണ്ടി. അപ്പൊ അനുവിന്റെ കൗണ്ടിങ് ഒക്കെ കഴിഞ്ഞ് അനു എന്നെ ബാത്റൂമിലല്ലാണ്ട് വേറെ കുറെ സ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ചു. ഇത് ഞാൻ ബാത്റൂമിന്റെ ഡോറ് വരെ വന്നായിരുന്നു ആക്ച്വലി. അപ്പോഴും ഞാൻ കണ്ടില്ല, ഇവിടെ കണ്ടില്ല, ശ്രദ്ധിക്കുന്നില്ല ഞാൻ. പിന്നെ എനിക്കൊന്നൊരു ബാത്റൂം ലാസ്റ്റാ വന്നേ. എനിക്ക് ടെൻഷനായിപ്പോയി, ഇവിടെ കാണാതെ എപ്പോഴേക്കും പേടിയായിപ്പോയി. എന്ത് ഇവിടെ എന്നുള്ള രീതിക്ക് ഞാൻ ഇവിടെ എല്ലായിടത്തും നോക്കി, എന്റെ മാക്സിമം ഞാൻ എല്ലായിടത്തും നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വാഷ്റൂമിന്റെ അവിടെ വരെ പോയത്. വാഷ്റൂമിന്റെ അവിടെ പോയിട്ട് വിളിച്ചിട്ടൊന്നും വിളി കേൾക്കുന്നില്ല. ഞാൻ വിളിക്കുന്നില്ല, ഞാൻ തന്നെ സിൻസിയറാണ്, കളിയിൽ ഞാൻ സിൻസിയറാണ്, ഭയങ്കര സിൻസിയറായിരുന്നു. അപ്പൊ ഞാൻ മിണ്ടൂല. അനു എന്നെ വരിക എവിടെയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള, ഞാൻ കോൺസെൻട്രേഷൻ, ഞാൻ എനിക്ക് കളിയിൽ ജയിക്കണം, എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ബാത്റൂമിന്റെ സൈഡിലോട്ട് വിളിച്ചിരിക്കണേ. ഞാനിവിടെ വിളിച്ച് എല്ലാ വീടുകളിലും പോയി അന്വേഷിച്ച്. ഞാൻ എന്നെ കാണാണ്ടായിട്ട് ഇവള് കളിക്കണേന്നൊന്നും പറഞ്ഞില്ല, കൊടുക്കാതെ വിചാരിച്ചു. ഇവള് കളിക്കുന്നതെന്നൊന്നും പറയണില്ല. എല്ലായിടത്തും പോയിട്ട് മരിയനെ കാണാനില്ല. അയ്യോ മരി ഇവിടെ പോയി അറിയാൻ പാടില്ല, മരിയനെ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് തുടങ്ങി. എല്ലായിടത്തും പോയി പറഞ്ഞു. അപ്പൊ എല്ലാരും അന്വേഷിക്കാൻ തുടങ്ങി. ഞാനിതൊന്നും അറിയണില്ല, ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കണേ, ഞാനൊന്നും അറിയാണ്ട്. അപ്പം കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ മമ്മി എന്താണ് നില വിളിച്ചിട്ട് നെഞ്ച് തടിച്ചിട്ട് ഇങ്ങനെയൊക്കെ, അയ്യോ മോളെ കാണാനില്ലേ, എന്നെ കാണാനായിട്ട് മമ്മിക്ക് ആകെ സങ്കടം. അപ്പം മമ്മി എല്ലാവരും അന്വേഷിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നെ കാണില്ല, ഞാനാണെങ്കിൽ ബാത്റൂമിൽ ഇരിപ്പുണ്ട്, പുതിയ ബാത്റൂമിൽ ഇങ്ങനെ പണിയണുള്ളൂ. അവിടെ ഇങ്ങനെ ചുരുണ്ടോടി ഞാൻ ഇരിപ്പുണ്ട്. അതിട്ട് ഞാനിങ്ങനെ കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. മരിയ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അന്വേഷിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക്
എനിക്ക് അങ്ങോട്ട് ഞാൻ അപ്പോഴും ഞാൻ കളിക്കണേ കളിയില് ഞാൻ ആരും വിളിച്ചാൽ ഞാൻ വീട്ടിൽ എന്താണ് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്നെ വിളിക്കണായിരിക്കും, എന്തെങ്കിലും ഫുഡാണ് എന്തെങ്കിലുമൊക്കെ വിളിക്കണായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ ഇറങ്ങാത്തത്. ഞാൻ സിൻസിയറാണ് കളിയിൽ. അനു ഞാൻ കളിക്കുന്നു, എനിക്ക് ജയിക്കണം. അപ്പം ജയിക്കാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ ഇരിക്കണേണ്. അത്രയും പേര് വിളിച്ചിട്ടൊന്നും ഞാൻ അവിടെ നിന്ന് അനങ്ങിയില്ല. കാമാന്ന് ലക്ഷം മിണ്ടി അതിനിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, അവിടെ ഈർക്കല ഉണ്ടായിരുന്നു, സൈഡിൽ ഈർക്കല ഉണ്ടായി ബാത്റൂമിന്റെ സൈഡിൽ. അപ്പൊ ഈർക്കല എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേണ്. അപ്പം ലൈറ്റ് ഒന്നുമില്ല, ഇരുട്ടാണ് അത്. അപ്പൊ വാതിലിന്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എന്തൊരു സാധനം ഇങ്ങനെ അനങ്ങണത് കാണാൻ പറ്റും. അപ്പൊ വന്ന് നോക്കിയപ്പോ ഞാൻ അവിടെ ഇങ്ങനെ ഇറുക്കലി കൊണ്ട് കളിച്ചോണ്ടിരിക്കണേ. എന്റെ മമ്മി അവിടെ കിണറ്റിലൊക്കെ പോയിട്ട് നോക്കണേ, കോലക്കുത്ത് നോക്കണേ. ഇതിന്റെ ഉള്ളിൽ എങ്ങാനും പോയാ കിണറ്റിലൊക്കെ പോയിട്ട് കോലക്കുത്തൻ. ലാസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേണ്. എല്ലാവരും കൂടി വന്നിട്ട് എന്താണിത്, ഞാനും ഒരു കുസരിയിലായിരിക്കും. എല്ലാവരും ലോകം മുഴുവനും അന്വേഷിക്കുന്നു, ഞാൻ മാത്രമല്ല അവിടെ നിന്ന് കോലും കളിച്ചോണ്ടിരിക്കുന്നു. അതിപ്പോഴും ഇവിടെ ഞങ്ങളെല്ലാവരുടെയും കൂടുമ്പോൾ എന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കളിയാക്കുന്ന സ്ഥിരമാണ്. അപ്പൊ അതാണ് ഒരു കഥ എന്ന് പറയാം. നമ്മള് ഏത് സമയത്താണ് ഈ വ്ളോഗ് എടുക്കണേന്ന് എനിക്കറിയാമോ? നിങ്ങളത് കാണണം, കാണുക. സമയം കണ്ടോ നിങ്ങൾ? 12:55 സമയം, രാത്രി. ആ സമയത്താണ് ഞങ്ങക്ക് വെളിവ് വന്നത്. അപ്പൊ വേറൊരു കാര്യം ഉണ്ട് അതിന്റെ ഇടയ്ക്ക് പറയാൻ വേണ്ടിട്ട്. ഞാൻ പണ്ട് ലിപ്സ്റ്റിക് ഇട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരോട് സംസാരിക്കുക. ലിപ്സ്റ്റിക് വിഷം ആണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ. പക്ഷെ ലിപ്സ്റ്റിക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ലിപ്സ്റ്റിക് ഇടുകയും ചെയ്യും, ഇട്ട് തന്നെ പിന്നെ ആരോടും ഞാൻ മിണ്ടൂല, ഇങ്ങനെ ഇടിക്കോളൂ ഞാൻ. അതായത് വായി പോകാൻ പാടില്ല, വായി പോകാൻ പാടില്ല, ആരോടും സംസാരിക്കുന്നില്ല. ലിപ്സ്റ്റിക്കോ മാനിയ. ലിപ്സ്റ്റിക് ഇട്ടാൽ ഞാൻ ആരോടും സംസാരിക്കൂല. പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കും. അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വിഷമാണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കണം. ഇപ്പോഴും ഇഷ്ടമുള്ള സാധനം തന്നെ ലിപ്സ്റ്റിക് ആണ്. എന്ത് മേക്കപ്പ് ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ലിപ്സ്റ്റിക് മെയിൻ ആണ്. ലിപ്സ്റ്റിക് മുഖ്യമല്ലേ? അതെ, ലിപ്സ്റ്റിക് എനിക്ക് മെയിൻ ആണ്. വേറെ മറ്റേലും സീനൊന്നുമില്ല. അപ്പൊ അതാണ് ലിപ്സ്റ്റിക്. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടേന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിക്കണം? പണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടാവും. മരിയയുടെ എന്താണ് സോൾമേറ്റ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നത്. ഡാൻസ് കളിക്കുമ്പോ ഞാൻ മരിയ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ. പണ്ടത്തെ ഡാൻസ് സ്റ്റേജിൽ കയറിയപ്പില്ലേ, അനു ആദ്യമേ സ്റ്റേജിൽ കയറി. എനിക്ക് സ്റ്റെപ്സ് അറിയില്ല. ഏത് പാട്ടാണെന്നറിയാമോ? ചാന്ത് തൊട്ടില്ലേ, ബനാറസിലെ പാട്ട്. ഒരു പ്രശ്നം വെച്ചാണെങ്കിൽ എനിക്ക് സ്റ്റെപ്സ് അറിയില്ല. എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. മരിക്ക് സ്റ്റെപ്സ് അറിയാം, പക്ഷെ ഒട്ടും കോൺഫിഡന്റ് അല്ല. അതായിരുന്നു ഞങ്ങളുടെ പ്രശ്നം. അപ്പൊ ഞാൻ അനു ആണെങ്കിൽ അപ്പൊ ചെസ് നമ്പർ വിളിച്ച് ഫസ്റ്റ് ഡാൻസ് ആർട്സ് കോമ്പറ്റീഷനാണ്. അപ്പൊ ചാന്ത് പൊട്ടിലെ ഡാൻസ് ആണ് കളിക്കാൻ പോണത്. അപ്പൊ അനു ചെസ് നമ്പർ വിളിച്ചപ്പോ അനു സ്റ്റേജിൽ കയറി. അനു കയറി സ്റ്റേജിൽ. ഞാനാണെങ്കിൽ കരച്ചിലായി. വിളിച്ചതിനെ പിന്നെ എനിക്ക് പേടിയായി, കരച്ചിലായി. അതിനിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ജെസ്സി സിസ്റ്ററാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നത്. LKG പഠിക്കുന്നു ആന്ന് തോന്നുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ക്ലാസ്സിൽ ഞാൻ കയറുന്നില്ല, സ്റ്റേജിൽ കയറുന്നില്ല. ആകെ ബഹളം. മമ്മിയാണെങ്കിൽ അവിടെ സൈഡിലൊരു മാതാവിന്റെ ഫോട്ടോ അല്ല രൂപം ഉണ്ടായി. അവിടെ നിന്നിട്ട് മമ്മി പ്രാർത്ഥന, കൊച്ചിനെ എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറ്റാൻ നമ്പർ വിളിച്ചു. ഞാൻ കയറുന്നില്ല. അപ്പൊ അനു സ്റ്റെപ്പ് കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്നിങ്ങനെ കയറ്റി. കാരണം അനു നോക്ക് അനു ഇതേ കേറി എന്നൊക്കെ പറഞ്ഞിട്ട് കേറി. പിന്നെ ഒരു 1-2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ ഗൈസ്. പിന്നെ ഞാൻ തകർത്തു. ഇന്നും തകർത്തോണ്ടിരിക്കുന്നു സ്റ്റേജ് തകർക്കുന്ന സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ കേറിട്ടൊന്ന് പോകും. അങ്ങനെ സ്റ്റേജുകൾ ഭയങ്കര വീക്ക്നെസ് ആയി മാറി. അതെ, സ്റ്റേജുകൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയി മാറി. ഇനി ബോറടിക്കും. ഇനി കേട്ടാ ഞാൻ ബോറടിക്കും. ഇപ്പൊ തന്നെ കുറെ ആയി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറീസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ ശരിക്കും സ്റ്റോറി അല്ല, ഞങ്ങളുടെ ലൈഫായിരുന്നു ആക്ച്വലി. അതെ. അപ്പം നിങ്ങൾക്കും ഉണ്ടാവും ഇതേപോലെ ഒത്തിരി മെമ്മറീസ്. നിങ്ങള് കുത്തിനൊന്ന് ആലോചിച്ചാൽ കിട്ടും ഉറപ്പാ. എന്തായാലും ഒരു ചെറിയ മെമ്മറിയെങ്കിലും ഉണ്ടാവില്ലേ? അത് നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ സംസാരിക്കാം. നമ്മുടെ എന്താ പറയാ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി ഇപ്പൊ കാണുന്ന എല്ലാവരും വന്ന് കമന്റ് ചെയ്യാം. ആക്ച്വലി ഇതൊക്കെ നമ്മൾ പറയുമ്പോണ്ടല്ലോ, നമ്മുടെ ഇത് വേറെ ആൾക്കാർ തേർഡ് പേഴ്സൺ കേൾക്കുമ്പോഴേക്കും അവർക്ക് ചിരി വരും. ആക്ച്വലി അങ്ങനെ നമുക്കത് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ വിജയമാണ്. അപ്പൊ നിങ്ങളുടെ കമന്റ് ഒക്കെ നിങ്ങൾ അടിയിൽ കൊടുക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. കമന്റ് ചെയ്യാതെ പോവരുത് ആരും. പോയി അടി കിട്ടും. അതെ.
അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മെമ്മറീസ്. അപ്പൊ ഇത്ര നേരം ഞങ്ങളെ സഹിച്ചിരുന്ന, ഞങ്ങളുടെ പ്രഹസനങ്ങളൊക്കെ കണ്ട് സഹിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നന്ദി. എന്നാലും നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് ഞങ്ങൾ സഹിച്ചല്ലോ. അപ്പം ഇനിയും അടിപൊളി ഫൺ എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിട്ട് ഞാനും അനു പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീനു ഓച്ചുമി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും വരും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ. എല്ലാവരും സ്റ്റേ സേഫ്. വലിയ രണ്ടാം ജന്മം എന്ന് പറയാം. അങ്ങനെ പറയാം. ഭീകരമായ ഒരു സംഭവമാണ് നടന്നത്. ഒന്ന് നോക്കി പിന്നെ വീണു ഞാൻ. പക്ഷെ ഇത് നടന്നത് അങ്ങനെയല്ല കേട്ടാ. സ്വിമ്മിങ് പഠിക്കുമായിരുന്നു. അത് കണ്ടില്ലെങ്കിൽ ഇവിടെ ചോര ഉണ്ടാക്കും. അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? സ്വർണ്ണവളെ കട്ടുള്ളതായിട്ടുള്ള ഒരു കല്യാണം. അവളെ കട്ടാ പിന്നെ അങ്ങനെയല്ലല്ലോ അത്. അത് അത്ര വലിയ കാര്യമുള്ള കാര്യം നിങ്ങൾ കേൾക്കുന്നത്.